ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10ലെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 3 വീഡിയോ ക്ലാസ് ആണ്. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കാണാത്തവർ പാർട്ട് 1ഉം 2ഉം കണ്ടതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് വരിക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലാസ്സിലേക്ക് കടക്കാം. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ നിന്ന് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്കുകളായിട്ടാണ് മൂലകങ്ങളെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. 1ഉം 2ഉം ഗ്രൂപ്പുകൾ ചേർന്ന് എസ് ബ്ലോക്ക്, പിന്നെ 3 മുതൽ 12 വരെയുള്ള 10 ഗ്രൂപ്പുകൾ ചേർന്ന് ഡി ബ്ലോക്ക്, പിന്നെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ ചേർന്ന് പി ബ്ലോക്ക്, ഏറ്റവും താഴെ കൊടുത്തിട്ടുള്ളത് എഫ് ബ്ലോക്ക്. ഓക്കെ, ലെന്തനോയിഡുകളും ആക്ടിനോയിഡുകളും എവിടെയാണ് വരിക? എഫ് ബ്ലോക്കിലാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെ 4 ബ്ലോക്കുകളാണ്, എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കതേ ഇവിടെ കുറച്ച് മൂലകങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ബെറീലിയം ആണ് തന്നിരിക്കുന്നത്. ബെറീലിയം എങ്ങനെ എഴുതാം? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2, പിന്നെ 2 ഇലക്ട്രോൺ കൂടിയുണ്ട്, അപ്പോൾ 2s2, 1s2, 2s2. ഓക്കെ, പിന്നെ ഇലക്ട്രോൺ പൂരണം അവസാനമായി നടന്ന സബ്ഷെല്ല് ഏതാണ്? എസ് സബ്ഷെല്ലാണ് അല്ലേ? എസ് സബ്ഷെല്ല്. ഇനി അടുത്തത് സോഡിയം ആണ്. സോഡിയത്തിൻ്റെ ആറ്റോമിക നമ്പർ 11 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 1s2, 2s2. ഇതിൻ്റെ ഇടയ്ക്ക് കോമയൊന്നും വേണ്ട കേട്ടോ. ഞാൻ പണ്ട് മുതലേ കോമ ഇട്ട് ശീലിച്ചുകൊണ്ട് എനിക്കത് ഒഴിവാക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. ഓക്കെ, 2p6, 3s1 ഈ രീതിയിലാണ് വരിക. അപ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ പൂരണം നടന്ന അവസാനത്തെ സബ്ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഓക്സിജൻ. ഓക്സിജന് 8 ആണ് അല്ലേ? 8 ആണ് ആറ്റോമിക് നമ്പർ. നമുക്ക് എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6. അപ്പോൾ അവസാന ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെൽ ഏതാണ്? പി ആണ്. ഇനി ക്ലോറിൻ 17 ആണ്. 1s2, 2s2, 2p6, 3s2, 3p, ബാക്കി ഒരു 5 കൂടി ഉണ്ടായിരിക്കും, 3p5. ഓക്കെ, അപ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെൽ ഏതാണ്? പി ആണ്. ഇനി അടുത്തത് സ്കാൻഡിനം. ഓക്കെ, 21 ആണ് ആറ്റോമിക നമ്പർ. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതാം: 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d1. 3d1 4s2 എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. അപ്പോൾ അവസാന ഇലക്ട്രോൺ പൂരണം നടന്നിരിക്കുന്ന സബ്ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഡി ആണ്, ഡി. ഓക്കെ, ഇനി അവസാനമുള്ളത് അയൺ ആണ്, Fe. ഓക്കെ, അപ്പോൾ 26 ആണ് ആറ്റോമിക് നമ്പർ. 1s2, 2s2, 2p6, 3s2, 3p6, പിന്നെന്താണ്? 4s2, 3d6 എന്ന രീതിയിലാണ് എഴുതേണ്ടത് അല്ലേ? ഇനി അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത് ഡി സബ്ഷെല്ലിലാണ്. ക്ലിയർ ആയല്ലോ? ഇനി പട്ടിക പരിശോധിച്ച് ഒരു മൂലകത്തിൽ അവസാനത്തെ ഇലക്ട്രോൺ നിറയുന്ന സബ്ഷെല്ലും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്കും തമ്മിൽ ഉള്ള ബന്ധം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇലക്ട്രോൺ പൂരണം അവസാനമായി നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ബേസിസിൽ ബ്ലോക്ക് കണ്ടുപിടിക്കാനാണ് നമ്മൾ പഠിച്ചത്. ഇലക്ട്രോൺ പൂരണം അവസാനമായി നടന്ന സബ്ഷെൽ ഏതാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. ഇപ്പോൾ സബ്ഷെല്ലുകൾ എസ്, പി, ഡി, എഫ് എന്നിങ്ങനെയാണ്. അപ്പോൾ അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത് ഏത് സബ്ഷെല്ലിലാണോ ആ സബ്ഷെല്ലിൻ്റെ നമ്പർ തന്നെയാണ് മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത്. എസ് സബ്ഷെല്ലിലാണെങ്കിൽ ആ മൂലകം എസ് ബ്ലോക്കിൽ വരുന്ന മൂലകമാണ്. ഇനി ഡി സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ പൂരണം നടന്നതെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള മൂലകം ഡി ബ്ലോക്കിൽ വരുന്ന മൂലകമായിരിക്കും. ഓക്കെ, എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നത് 1, 2 ഗ്രൂപ്പുകളാണ്. പി ബ്ലോക്കിലാണെങ്കിൽ 13 മുതൽ 18 വരെയാണ്. ഡി ബ്ലോക്കിലാണെങ്കിൽ 3 മുതൽ 12 വരെയാണ്. എഫ് ബ്ലോക്ക് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ ചുവടെ 2 പ്രത്യേക നിരകളിലാക്കി കൊടുത്തിരിക്കുന്നു. ഒന്നുകൂടി നമുക്ക് മുകളിലേക്ക് പോയിട്ട് വരാം. ഇതാ നോക്കാം.
എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 1, 2 ഗ്രൂപ്പുകൾ ചേർന്നിട്ടാണ് എസ് ബ്ലോക്ക് വന്നിട്ടുള്ളത്. പിന്നെ പി ബ്ലോക്ക് ആണെങ്കിൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ ചേർന്നാണ് പി ബ്ലോക്ക്. അതിനിടയ്ക്ക് 3 മുതൽ 12 വരെ, മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ളത് ഡി ബ്ലോക്ക്. പിന്നെ ഏറ്റവും താഴെയുള്ള 2 വാലുകളായി കൊടുത്തിരിക്കുന്ന ലെന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും ഏതിൽ വരുന്നു? എഫ് ബ്ലോക്കിൽ വരുന്നു. എഫ് ബ്ലോക്ക്. ഓക്കെ, ഇതാണിപ്പം പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് പിരീഡ് നമ്പർ കണ്ടുപിടിക്കുന്നതാണ് ഇനി നോക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഇനി പിരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് പിരീഡ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അല്ലേ? ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് പിരീഡ് നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചതല്ലേ? ഓക്കെ, ഇനി മഗ്നീഷ്യത്തെ ആണ് തന്നിരിക്കുന്നത്. മഗ്നീഷ്യം എന്ന ഒരു മൂലകം, അതിൻ്റെ ആറ്റോമിക നമ്പർ 12 ആണ്. അതിൻ്റെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സബ് ഷെൽ അല്ല, ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? 2, 8, 2. അപ്പോൾ ഈ മഗ്നീഷ്യം ഏത് പീരീഡിലാണ് വരിക? പീരീഡ് നമ്പർ 3 ആയിരിക്കും. ഷെല്ലുകളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? ഷെല്ലുകളുടെ എണ്ണമാണ് പീരീഡ് നമ്പർ. ഇവിടെ എത്ര ഷെല്ലുണ്ട്? 1, 2, 3. അപ്പോൾ ഇത് 3ാമത്തെ പീരീഡിലായിരിക്കും വരിക. ഓക്കെ, 3ാമത്തെ പീരീഡിലാണ് വരുന്നത്. ഇനി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് പീരീഡ് നമ്പർ കണ്ടുപിടിക്കാനായിട്ടും സാധിക്കും. മറ്റൊരു രീതിയാണ്. അപ്പോൾ നോക്കാം. പീരിയോഡിക് ടേബിളിൻ്റെ സഹായത്തോടു കൂടി നമ്മളോട് ഈ ഒരു പട്ടിക കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കാർബണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാൻ തന്നിട്ടുണ്ട്. ആറ്റോമിക നമ്പർ 6 ആണ്. നമുക്ക് തീർച്ചയായിട്ടും എഴുതാമല്ലോ. എങ്ങനെയാണ്? 1s2, 2s2, 4 ഫില്ലായി. ഇനി 2 കൂടി ഇല്ലേ? അപ്പോൾ 2p2. ഇതിൽ ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ എന്ന് പറയുമ്പോൾ 2 ആണ് ഷെൽ നമ്പർ. ഓക്കെ, അപ്പോൾ പീരീഡ് നമ്പർ എന്തായിരിക്കും? പീരീഡ് നമ്പറും 2 തന്നെയായിരിക്കും. ഇനി സോഡിയത്തിൻ്റെ 11 ആണ് തന്നിരിക്കുന്നത്. സോഡിയം നമുക്ക് എങ്ങനെ എഴുതാം? സോഡിയം നോക്കിയേ, 1s2, ചെറിയ ബോക്സ് ആയതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതിയതാണ് കേട്ടോ. 1s2, 2s2, 2p6, 3s1. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ നമ്പർ വരുന്ന ഷെല്ല് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇതിൻ്റെ പീരീഡ് 3 ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് സ്കാൻഡിയം അല്ലേ? സ്കാൻഡിയത്തിൻ്റെ 21 ആണ്. 21 ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2, 3p6, പിന്നെ വരുന്നത് 3d1 അല്ലേ? ഫില്ല് ചെയ്യുമ്പോൾ ഈ ഒരു ഓർഡറിലല്ല, എന്നാലും നമുക്ക് എഴുതാൻ എളുപ്പം ഈ ഒരു ഓർഡറാണ്. ഫില്ല് ചെയ്യുമ്പോൾ 4s കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ 3d കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ? 4s2 എന്ന് പറയും. അപ്പോൾ ഇതിൽ ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഈ സ്കാൻഡിയത്തിൻ്റെ പീരീഡ് നമ്പർ 4 ആണ്. ആ രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. സബ് ഷെൽ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ബ്ലോക്ക് നമ്പർ കണ്ടുപിടിക്കാനും പീരീഡ് നമ്പർ കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഒരു മൂലകത്തിൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിലെ ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ തന്നെയാണ് ആ മൂലകത്തിൻ്റെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ അതിൽ ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ ഏതാണോ അതാണ് ആ മൂലകത്തിൻ്റെ പീരീഡ് നമ്പർ. ഇനി നമ്മൾ നോക്കുന്നത് എന്താ? സബ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാം. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പറാണ് കണ്ടുപിടിക്കുന്നത് ആദ്യം. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ്. അപ്പോൾ അതുപോലെ 4 ബ്ലോക്കിലെ കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മെയിൻ ഷെല്ല് തന്നിട്ട് എങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പർ പീരീഡ് നമ്പർ കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. അപ്പോൾ അതിൽ എസും പിയും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിയുടെ കാര്യം നമ്മൾ ഈ ഒരു 10th സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ പഠിക്കുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ബേസിസിൽ നമുക്കെങ്ങനെ കണ്ടെത്താം? അപ്പോൾ ലിഥിയത്തിൻ്റെ ആറ്റോമിക നമ്പർ 3 ആണ്. ഓക്കെ, ലിഥിയത്തിൻ്റെ ആറ്റോമിക നമ്പർ 3 ആണ്. അപ്പോൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 1s2 പിന്നെ 2s1 എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് നമ്പർ എത്രയായിരിക്കും? ബ്ലോക്ക് നമ്പർ എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് അല്ലേ? എസ് ബ്ലോക്കാണ്. നമ്മൾ പഠിച്ചു ഇലക്ട്രോൺ പൂരണം അവസാനമായി നടക്കുന്നത് ഏത് സബ് ഷെല്ലിലാണോ അതാണ് ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക് എന്ന്. അപ്പോൾ ഇവിടെ ലിഥിയത്തിൻ്റെ ബ്ലോക്ക് വരുന്നത് എസ് ആണ്. ഇനി ബാഹ്യതമ സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? ബാഹ്യതമ സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 1. അപ്പോൾ ഗ്രൂപ്പ് നമ്പറും 1 ആണ് തന്നിരിക്കുന്നത്.
ഇനി നോക്കിയേ സോഡിയം 11. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക? 1s2 2s2 2p6 പിന്നെന്താ വരുന്നത് 3s1. അവിടെയും ബ്ലോക്ക് ഏതാ വരിക? 3sലല്ലേ കംപ്ലീറ്റ് ആയത്, എസ് ബ്ലോക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ ബാഹ്യതമ സബ്ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാ? 1. അപ്പോൾ ഗ്രൂപ്പ് നമ്പറും എത്ര തന്നെ? 1 തന്നെ. ഇനി അടുത്തത് മഗ്നീഷ്യം 12 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 അല്ലേ. അപ്പോൾ ബ്ലോക്ക് ഏതാണ്? ബ്ലോക്ക് എസ് ബ്ലോക്ക് തന്നെ. പിന്നെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 2. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ. ഇനി കാൽസ്യം 20 ആണ്. അപ്പോൾ നമുക്ക് 1s2 2s2 2p6 3s2 പിന്നെ 3p6 4s2 എന്നെഴുതാം അല്ലേ. അപ്പോൾ ബാഹ്യതമ ഷെല്ല് ഏതാണ്? ഓക്കെ, എസ് സബ്ഷെല്ലാണ് വരുന്നത്. ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ ഏത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലായി. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഗ്രൂപ്പ് നമ്പർ. എസ് ബ്ലോക്ക് മൂലകമാണെങ്കിൽ ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഗ്രൂപ്പ് നമ്പറായിട്ട് വരുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ സബ്ഷെൽ ഇലക്ട്രോണിക വിന്യാസം യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ കഴിയുമെന്ന് നമ്മൾ പഠിച്ചു. കൂടാതെ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എസ് ബ്ലോക്ക് കഴിഞ്ഞു. ഇനി അടുത്തത് പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ പി ബ്ലോക്ക് മൂലകങ്ങളുടെ അല്ലെങ്കിൽ ഉൾപ്പെട്ട ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പി ബ്ലോക്ക് ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. 13 മുതൽ 18 വരെയുള്ളതാണ് പി ബ്ലോക്ക്. ഓക്കെ, 13 മുതൽ 18 വരെയുള്ളതാണ് പി ബ്ലോക്ക് വരുന്നത്. 13 to 18. പി ബ്ലോക്ക് മൂലകങ്ങളിൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 10 സംക്രമണ മൂലക ഗ്രൂപ്പുകളെ സൂചിപ്പിക്കുന്ന 10 എന്ന സംഖ്യ കൂട്ടുമ്പോൾ ലഭിക്കുന്ന സംഖ്യയാണ് ഗ്രൂപ്പ് നമ്പർ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ, നോക്കിക്കോളൂ. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നു. ബോറോണിൻ്റെ ആണ്. 1s2 2s2 2p1 എന്ന് എഴുതി. ഇനി ബാഹ്യതമ എസ് പി സബ്ഷെല്ലിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം. ബാഹ്യതമ എസ് പി സബ്ഷെല്ല് എന്ന് പറയുമ്പോൾ 2s2ഉം 2p1. അതിലെ മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 1 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഈ 3നോടൊപ്പം എന്ത് കൂടി ചേർക്കണം? 10 കൂടി ചേർത്ത് 13. ഇനി അടുത്തത് സിലിക്കണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക വിന്യാസം 1s2 2s2 2p6 3s2 3p2 എന്നാണ്. ഇതെന്ത് ചെയ്യണം? ബാഹ്യതമ എസ് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടണം. 2 2 4. അതിനോടൊപ്പം 10 ചേർത്ത് 14ാമത്തെ ഗ്രൂപ്പിലാണ് ആര് ഇൻക്ലൂഡ് ചെയ്യുന്നത്? സിലിക്കൺ. ഓക്കെ, നൈട്രജൻ എന്ന് പറയുമ്പം അല്ലേ, നോക്കിയേ 1s2 2s2 2p3 ആണ്. നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ 7 ആണ്. 1s2 2s2 2p3. അപ്പോൾ 3 2 5 ആണ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ലേ. ഔട്ടർ മോസ്റ്റ് എസ് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം. അപ്പോൾ 5 + 10 15 വരും. ഓക്സിജൻ ആണെങ്കിലോ നോക്കിയേ 2s2 2p4. ഇവിടെ ഒരു 6 ഉണ്ട്. അതിന് കൂടെ 10 കൂടി ആഡ് ചെയ്യുമ്പോൾ 16. ഇനി അടുത്തത് ക്ലോറിൻ ആണ് വരുന്നത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണുകളാണ്. അതിൻ്റെ കൂടെ 10 കൂടി ആഡ് ചെയ്യുമ്പോൾ 17ാമത്തെ ഗ്രൂപ്പിലാണ് ആര് വരുന്നത്? ക്ലോറിൻ വരുന്നത്. ഇനി ആർഗണിൻ്റെ കേസിലാണെങ്കിൽ അവസാനത്തെ 8 ഇലക്ട്രോണുകളുണ്ട്. ഈ 8 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്ത് 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന അരസവാതകമാണ് ഇത് ആർഗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനും പഠിച്ചുല്ലോ. പി ബ്ലോക്കിൻ്റെ മൂലകങ്ങളിലെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനും പഠിച്ചു. എസ് ബ്ലോക്ക് പഠിച്ചു, പി ബ്ലോക്ക് പഠിച്ചു. അപ്പോൾ എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. പി ബ്ലോക്കിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പി ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലുകളിലുള്ള ഇലക്ട്രോൺ. അപ്പോൾ ആ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 10 എന്ന സംഖ്യ കൂടി കൂട്ടി കിട്ടുന്നതാണ് എന്ത്? പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ
അവസാന സബ്ഷെല്ല് അല്ലെങ്കിൽ ബാഹ്യതമ SP സബ്ഷെല്ലിലെ ആകെ ഇലക്ട്രോണുകളെ കൂട്ടണം എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. P മാത്രം പോരാ, Sഉം Pയും കൂടി ടുഗദർ ആയിട്ട് എടുത്തിട്ട് വേണം 10 കൂട്ടാൻ. P ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ SP സബ്ഷെല്ലുകളിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 10 കൂട്ടിക്കിട്ടുന്ന സംഖ്യയായിരിക്കും അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിട്ട് വേണം, പീരിയോഡിക് ടേബിളൊക്കെയാണ്, അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓർഗാനിക് കെമിസ്ട്രി പോലെ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല ഈസി ആയിരിക്കുമേ. ഇനി അടുത്തത് D ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ നോക്കാം. D ബ്ലോക്കിൻ്റെ നോക്കി. പീരിയോഡിക് ടേബിളിൽ D ബ്ലോക്ക് മൂലകങ്ങളെ എവിടെയാണ് വിന്യസിച്ചിരിക്കുന്നത്? അല്ലെ, S ഇവിടെയാണ്, P ഇവിടെയാണ്. ഇവിടെ തൊട്ട് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ ആ ഒരു എലമെൻസിനെയാണ് എന്ത് പറയുന്നത്? D ബ്ലോക്ക് എന്ന് പറയുന്നത്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെ സംക്രമണ മൂലകങ്ങളാണ്, അവ ലോഹങ്ങളാണ്, നിറമുള്ള സംയുക്തങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, D ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ച്. ഇനി ഇവിടെ ബോക്സിലേക്ക് വരാം. ഇവിടെ നോക്കിയേ, സ്കാൻഡിയം, ക്രോമിയം, അയൺ, കോപ്പർ, സിങ്ക്, ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. D ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. കുറച്ചും കൂടെ എഴുതാനുണ്ട്, വലിയ ആറ്റോമിക നമ്പർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്കാൻഡിയം എഴുതാം. 1s2, 2s2, 2p6, 3s2, 3p6, 3d1, 4s2. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 3d 4s സബ്ഷെല്ലിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തണം. 3dയിലെയും 4sലെയും ആകെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 3ആണ്. ഓക്കെ, 3ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് നമ്പറായിട്ട് വരിക. D ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 3dയിലും 4sലുമുള്ള ആ സബ്ഷെല്ലിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിക്കിട്ടുന്നതാണ് ഗ്രൂപ്പ് നമ്പർ. ഇനി അടുത്തത് ക്രോമിയം 24. അപ്പോൾ ക്രോമിയത്തിൻ്റെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഈ രീതിയിൽ തന്നെ വരും അല്ലേ? 1s2, 2s2, 2p6, 3s2, 3p6. ഇവിടെ 3dയുടെ അവിടെ എന്തായിരിക്കും? 3d5 എന്ന് വരും കേട്ടോ. 3d5, 4s1 എന്ന് വരും. അപ്പോൾ അവസാനത്തെ 3dയിലും 4sലുമായിട്ട് 6 ഇലക്ട്രോണുകൾ വരും. അപ്പോൾ 6ാമത്തെ ഗ്രൂപ്പ് നമ്പർ ആയിരിക്കും ആര്? നമ്മുടെ ക്രോമിയം വരുന്നത്. ഇനി അടുത്തത് അയൺ ആണ്. അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല. ഈ അവസാനത്തെ 2 സബ്ഷെല്ലിൽ മാത്രം ഒന്ന് റബ്ബ് ചെയ്തിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് അയണിൻ്റെ ആണ് കേട്ടോ. അയണിൻ്റെ ആണ് എഴുതാൻ പോകുന്നത്. 1s2, 2s2, 2p6, 3s2, 3p6, പിന്നെ വരുന്നത് 3d6, 4s2 എന്നിങ്ങനെയാണ്. 4s2 എന്നിട്ട് 3dയിലെയും 4sലെയും ഇലക്ട്രോണുകൾ തമ്മിൽ കൂട്ടാം. നമുക്ക് 8 എന്ന് കിട്ടും. അപ്പോൾ 8ആണ് അയൺ വരുന്ന ഗ്രൂപ്പ് നമ്പർ. ഓക്കെ അല്ലേ? ഇനി കോപ്പറിൻ്റെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ കേസാണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്തൊക്കെയായിരുന്നു? 3d10, 3d കംപ്ലീറ്റ് ആയിട്ട് നിറയും. 3d10, പിന്നെ വരുന്നത് 4s1 ആണ്. ഓക്കെ, അപ്പോൾ 3dയിലെയും 4sലെയും കൂടെ കൂട്ടുമ്പോൾ 11 വരും. അപ്പോൾ 11ആണ് എന്തിൻ്റെ? ഈ കോപ്പറിൻ്റെ ഗ്രൂപ്പ് നമ്പറായിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് സിങ്ക് ആണ്. സിങ്കിൻ്റെ അറ്റോമിക നമ്പർ 30 കേട്ടോ. 30. അപ്പോൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. എങ്ങനെയാണ് വരിക? 29ൻ്റെ അല്ലേ നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 4s2 എന്ന് വരും. സിങ്കിൻ്റെ കേസ് ആകുമ്പോൾ 4s2 എന്ന് വരും. അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. 3dയിലെയും 4sലെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. 12 ആണ് സിങ്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. D ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ S സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ട് മുമ്പുള്ള D ബ്ലോക്കിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തമ്മിൽ കൂട്ടിക്കിട്ടുന്ന സംഖ്യയാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? S ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പറയാം കേട്ടോ. ഈ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ഭാഗം വെച്ച് നമുക്ക് പറയാം. ഇത് നോക്കിയേ, S ബ്ലോക്ക് മൂലകങ്ങൾ ആരംഭിക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്? 1ാമത്തെ പീരീഡാണ്. ഈ മുകളിൽ തന്നിരിക്കുന്ന ഗ്രൂപ്പ് നമ്പറാണ്. താഴേക്കാണ് എന്ത് വരുന്നത്? പീരീഡ് വരുന്നത്. അപ്പോൾ പീരീഡ് നമുക്കൊന്ന് എഴുതി കൊടുക്കാം. 1, 2, 3, 4, 5, 6, 7. അപ്പോൾ ചോദ്യം ഇതാണ്,
എസ് ബ്ലോക്ക് മൂലകങ്ങൾ ആരംഭിക്കുന്ന പീരീഡ് ഏതാണ്? ഒന്നാമത്തെ പീരീഡിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? എസ് ബ്ലോക്ക് മൂലകങ്ങൾ ആരംഭിക്കുന്നത്. ഇനി പി ബ്ലോക്ക് മൂലകങ്ങൾ ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പീരീഡ്, രണ്ടിന് നേരെ അല്ലേ വന്നിരിക്കുന്നത്? രണ്ടിന് നേരെ രണ്ടാമത്തെ പീരീഡിലാണ് എന്ത് ചെയ്യുന്നത്? പി ബ്ലോക്ക് മൂലകങ്ങൾ ആരംഭിക്കുന്നത്. ഇനി ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് ഏത് പീരീഡിലാണ് ആരംഭിക്കുന്നത്? നാലാമത്തെ പീരീഡ് മുതൽ ഏഴാമത്തെ പീരീഡ് വരെയാണ് എന്ത്? ഡി ബ്ലോക്ക് മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതില്ല, ഈ രണ്ട് ഭാഗമില്ല, ഈ ഡി ബ്ലോക്കിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എഫ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എവിടെ വരും? ആറാമത്തെ പീരീഡിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞു അല്ലേ? ആറാമത്തെ പീരീഡിലാണ് ഈ ഒരു ഭാഗം വരിക, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണ് അല്ലേ? ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഇങ്ങോട്ട് ഇറക്കി എഴുതിയിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഓക്കെ ആണ്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമാവർത്തന പ്രവണത. ഓക്കെ, പീരിയോഡിക് ട്രെൻഡ് ഇൻ പീരിയോഡിക് ടേബിളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. PSC ചോദ്യങ്ങളിൽ ആവർത്തിച്ച് വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അയണൈസേഷൻ എനർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കാം, അയോണീകരണ എൻതാൽപ്പി അല്ലെങ്കിൽ അയോണീകരണ ഊർജം, അയണൈസേഷൻ എനർജി, അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. വാതക അവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരു ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊർജമാണ് ആ മൂലകത്തിൻ്റെ അയോണീകരണ എൻതാൽപ്പി അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി. എന്താണ്? പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരാറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ എനർജി, അതാണെന്ത്? അയണൈസേഷൻ എനർജി. അപ്പോൾ ഒരാറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ, അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലെന്ന് പറയുമ്പം ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും ദൂരെ സ്ഥിതി ചെയ്യുന്ന, അപ്പം അതിന് പൊതുവെ എനർജി കുറവായിരിക്കും. അപ്പോൾ ആ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജത്തെയാണ് എന്ത് പറയുന്നത്? അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ എൻതാൽപ്പി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കിയേ, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അയോണീകരണ എൻതാൽപ്പിക്ക് ഉണ്ടാവുന്ന മാറ്റം എപ്രകാരമായിരിക്കുമെന്ന് പീരിയോഡിക് ടേബിളിൻ്റെ സഹായത്തോടു കൂടി പരിശോധിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന്, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? താഴേക്കാണ് അല്ലേ? അപ്പോൾ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക? ഷെല്ലുകളുടെ എണ്ണം കൂടിയാണ് വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ എന്താണ്? ഷെല്ലുകളുടെ എണ്ണം കൂടിയാണ് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള ഒരു മൂലകത്തിൻ്റെ ഷെല്ലിനേക്കാൾ വലിപ്പം കൂടുതലായിരിക്കും ഈ ഭാഗത്ത് വരുന്നത്. അങ്ങനെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ടുള്ള ഫ്രാൻസിയത്തിനാണ് ഏറ്റവും വലിയ ഷെല്ലുകളുള്ള അല്ലെങ്കിൽ ഏറ്റവും സൈസ് കൂടിയിട്ടുള്ള ആറ്റം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഫ്രാൻസിയം അല്ലേ, മുകളിൽ ഈ ഒരു ഭാഗത്ത് പീരിയോഡിക് ടേബിൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ലിഥിയം തുടങ്ങി ഈ ഒരു താഴ്ഭാഗത്ത് ഇവിടെ ഇങ്ങനെ കിടക്കുന്ന ഫ്രാൻസിയത്തിനാണ് ഏറ്റവും വലിയ സൈസുള്ള ആറ്റം ഉള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടിയാണ് വരുന്നത്. ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ ബാഹ്യതമ ഇലക്ട്രോണിന്മേലുള്ള ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലം കുറയുന്നുണ്ട്. ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് ഒരുപാട് ഷെല്ലുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ആ ഒരു ഊർജം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ ബാഹ്യതമ ഇലക്ട്രോണിന്മേലുള്ള ന്യൂക്ലിയസിൻ്റെ ആ ഒരു ആകർഷണം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ അല്ലേ? വളരെ കുറവായിരിക്കും. അപ്പോൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ സ്വാധീനത്തെ മറികടക്കുന്ന വിധത്തിൽ ഷെല്ലുകളുടെ എണ്ണം കൂടിയാണ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കാം, ന്യൂക്ലിയർ ചാർജ് ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ന്യൂക്ലിയർ ചാർജ് കൂടുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടും, മൊത്തത്തിൽ ആ ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടും. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ബാഹ്യതമ ഇലക്ട്രോണിന്മേലുള്ള ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നുണ്ട്, പക്ഷേ എന്ത് സംഭവിക്കുന്നു? ഷെല്ലുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ബാഹ്യതമ ഷെല്ലുകളിലെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ അങ്ങനെ
ഓക്കെ, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സ്വാധീനത്തെ മറികടക്കുന്ന വിധത്തിൽ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബാഹ്യതമ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള സാധ്യത ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ കൂടുമോ അതോ കുറയുമോ? കൂടും അല്ലേ? കാരണം എന്താണ്, ആ ന്യൂക്ലിയസിലേക്കുള്ള അട്രാക്ഷൻ കുറവായിരിക്കും. അപ്പോൾ ആ ന്യൂക്ലിയസിനെ വിട്ടുകൊടുക്കാനുള്ള ഒരു പ്രവണതയായിരിക്കും ഉണ്ടാവുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരും. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അയോണീകരണ എൻതാൽപ്പി കുറഞ്ഞു വരും. അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ വേണ്ടുന്ന ഊർജ്ജമാണ് അയണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്താ ചെയ്യുന്നത്, ഷെല്ലുകളുടെ എണ്ണം കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിന് ആ ഒരു ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഇലക്ട്രോണിലേക്കുള്ള അട്രാക്ഷൻ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ അട്രാക്ഷൻ കുറവായിട്ടുള്ള ആ ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാനും എന്ത് മതി, കുറച്ച് ഊർജ്ജം മതി. മനസ്സിലായോ? അപ്പോൾ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അയോണീകരണ എൻതാൽപ്പി കുറഞ്ഞായിരിക്കും വരുന്നത്. ക്ലിയർ? അപ്പോൾ ഒരു പീരീഡിൽ അയണീകരണ എൻതാൽപ്പിക്ക് ഉണ്ടാവുന്ന മാറ്റം എന്താണെന്നാണ് ഇനി നോക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും അയണീകരണ എൻതാൽപ്പി കുറഞ്ഞാ വരുന്നതെന്ന് പറഞ്ഞില്ലേ. ഇനി പീരീഡ് നോക്കാം. പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? എന്താണ്, ഒരു പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. പക്ഷേ എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ, ന്യൂക്ലിയർ ചാർജ് കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഷെല്ലുകളുടെ കേസിൽ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല, പക്ഷേ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം കൂടിയാണ് ഈ ഒരു പീരീഡിൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഒരു ആദ്യത്തെ നോക്കിയ ആ ഒരു പീരീഡിൽ ആദ്യത്തെ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു മൂലകം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു അല്ലെങ്കിൽ 2 പ്രോട്ടോണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തതിൽ 3 പ്രോട്ടോണാണ്, പിന്നെ ഉള്ളത് 4 പ്രോട്ടോണാണ്. ആ രീതിയിൽ അങ്ങോട്ട് പോകും തോറും നോക്കിയാൽ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് കൂടും അല്ലേ. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ബാഹ്യതമ ഇലക്ട്രോണിന്മേലുള്ള ന്യൂക്ലിയസിൻ്റെ ആ ഒരു ആകർഷണ ബലം എന്താ ചെയ്യുക, ആകർഷണ ബലം കൂടുകയാണ് ചെയ്യുക. അങ്ങനെ ആകർഷണ ബലം കൂടുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കൂടും. മനസ്സിലായോ? അപ്പോൾ ന്യൂക്ലിയസ് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെല്ലിലെ ഇലക്ട്രോണിനാണെങ്കിൽ അതിനെ റിലീസ് ചെയ്യണമെങ്കിൽ കുറച്ചധികം എനർജി കൊടുക്കേണ്ടി വരില്ലേ. അതായത് നോക്കിയാൽ ന്യൂക്ലിയസിനോട് അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയസിനോട് അട്രാക്ഷൻ കൂടുന്ന ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല. അപ്പോൾ ന്യൂക്ലിയസിന് ആ ഒരു ഇലക്ട്രോണുമായിട്ട് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. അങ്ങനെ അട്രാക്ഷനുള്ള ആ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അയണൈസേഷൻ എനർജി കുറച്ച് കൂടുതൽ വേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകും തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകുന്നില്ല, എന്നാൽ ന്യൂക്ലിയർ ചാർജ് ക്രമേണ കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാഹ്യതമ ഇലക്ട്രോണിന്മേലുള്ള ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലം കൂടുന്നു. അതിൻ്റെ ഫലമായിട്ട് അയണൈസേഷൻ എൻതാൽപ്പി കൂടുന്നു അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി കൂടുന്നു. ഓക്കെ, അയോണീകരണ എൻതാൽപ്പി പൊതുവെ കുറഞ്ഞ മൂലകങ്ങളുടെ സ്ഥാനം പീരിയോഡിക് ടേബിളിൽ എവിടെയായിരിക്കും? അയോണീകരണ എൻതാൽപ്പി പൊതുവെ കുറഞ്ഞ മൂലകങ്ങളുടെ സ്ഥാനം പീരിയോഡിക് ടേബിളിൽ എവിടെയായിരിക്കും? അതായത് ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അയണൈസേഷൻ എനർജി കുറച്ച് മതി. ആറ്റത്തിൻ്റെ സൈസ് കൂടുതലുള്ളത് എവിടെയാണ്? എസ് ബ്ലോക്കിലാണ്. നമ്മൾ ഫ്രാൻസിയത്തിൻ്റെ സീസിയത്തിൻ്റെ കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അയണീകരണ എൻതാൽപ്പി പൊതുവെ കുറഞ്ഞ മൂലകങ്ങളുടെ സ്ഥാനം പീരിയോഡിക് ടേബിളിൽ എവിടെയായിരിക്കും? എസ് ബ്ലോക്കിലായിരിക്കും. എസ് ബ്ലോക്ക് അല്ലെങ്കിൽ എസ് ബ്ലോക്ക് മൂലകങ്ങൾക്കായിരിക്കും പൊതുവെ അയണീകരണ ഊർജ്ജം കുറവ്. ഓക്കെ, സീസിയം, ഫ്രാൻസിയം എന്നിവയാണ് ഏറ്റവും കുറഞ്ഞ അയണീകരണ എൻതാൽപ്പിയുള്ള മൂലകങ്ങൾ. കാരണം എന്താണ്? അവയുടെ ആറ്റത്തിൻ്റെ സൈസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. അയണീകരണ എൻതാൽപ്പി പൊതുവെ കൂടിയ മൂലകങ്ങൾ എവിടെയാണ് പീരിയോഡിക് ടേബിളിൽ സ്ഥിതി ചെയ്യുന്നത്? അയണീകരണ എൻതാൽപ്പി ഏറ്റവും കൂടുതലുള്ള മൂലക കുടുംബം എന്ന് പറയുന്നത് അലസവാതകങ്ങളാണ്. അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ. അത് അവിടെ എന്താണ്, ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നില്ല. പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും എന്ത് ചെയ്യുന്നില്ല, ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നില്ല. പക്ഷേ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പ്രോട്ടോണിൻ്റെ എണ്ണവും കൂടുന്നുണ്ട്. ന്യൂക്ലിയർ എനർജി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറച്ചുകൂടെ കൂടുതൽ വേണ്ടിവരും. അപ്പോൾ അയണീകരണ എൻതാൽപ്പി ഏറ്റവും കൂടുതലുള്ള മൂലക കുടുംബം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അത് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് ആണ്. നോബിൾ ഗ്യാസസ്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ, പി, ഡി, എഫ് ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ഞാൻ എന്നും വീഡിയോയുടെ ലാസ്റ്റ് ഇങ്ങനെ പറയാറുണ്ട് അല്ലേ, പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ കുറവാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജവും ഉണ്ടാവില്ല.
തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അല്ലെങ്കിൽ ഹൈപ്പോ ലൈക്കോ ഒക്കെ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.